സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ചില സ്ത്രീകൾ, പെൺകുട്ടികൾ അമിതമായി മെലിഞ്ഞു പോവുക. അതിനൊരു കാരണമുണ്ട്. കടുത്ത വെള്ളപ്പോക്കാണ്. അമിതമായി മെലിയുന്നവർ എല്ലാവരും ഇത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യണം. ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങും ശതാവരിക്കിഴങ്ങും അങ്ങാടി മരുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ശതാവരിക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ച്, നിലപ്പനക്കിഴങ്ങ് 10 ഗ്രാം എടുത്ത്, ഒരെണ്ണം മാത്രം മതി ശതാവരിക്കിഴങ്ങ് മുറിച്ചെടുക്കാൻ. 10 ഗ്രാം നിലപ്പനക്കിഴങ്ങ് കൂടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കുത്തിച്ചതച്ച് 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി വറ്റിച്ച് ദിവസം കഴിക്കുക. കുറച്ച് സടിപ്പിച്ചങ്ങ് കഴിക്കുക. ഉറപ്പായിട്ട് വെള്ളപ്പോക്ക് മാറും. അതിന് ശേഷം പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ ആള് നന്നാവുകയും ചെയ്യും. ഈ അവസരങ്ങളിലൊക്കെ ഒരു ക്യാരറ്റ് ജ്യൂസ് കഴിക്കാൻ മറക്കരുത്. കുറേ വൈറ്റമിൻ പ്രദാനം ചെയ്യട്ടെ. അതും വളരെ ഫലപ്രദമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം തന്നിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉമ്മത്തിൻ്റെ കായയാണ്. ഉമ്മം എന്നെഴുതിയതല്ല ശരി ഉത്തരം. ഉമ്മത്തിൻ്റെ കായ എന്ന് എഴുതിയ എല്ലാവരും ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം ഇതാണ്: എയ്ഡ്സിനെ കുറയ്ക്കാൻ കഴിവുള്ള ഒരു ഔഷധ ചെടിയുണ്ട്. ഏതാണത്? ശരി ഉത്തരം നിങ്ങളെ അറിയിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. വളരെ നന്നായി നടക്കുന്നു എന്ന നല്ല കമൻറ്റുകളാണ് അയക്കുന്നത്. ഇനിയും താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വീണ്ടും പങ്കുചേരാം. 1 സെക്കൻഡ് റിവ്യൂ ഒന്ന് കേൾക്കാം. സാറിൻ്റെ ക്ലാസ് നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ്. ഓരോ ദിവസം ചെല്ലും തോറും അത് കൂടുതൽ അറിവിലേക്ക് ഞങ്ങളെയൊക്കെ നയിക്കുന്നുണ്ട്. കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. എല്ലാ അറിവുകൾക്കും വേണ്ടിയും ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗൃഹവൈദ്യ പാഠപുസ്തകം അന്വേഷിച്ച് യൂട്യൂബിലുമൊക്കെ കമൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ഗൃഹവൈദ്യ പുസ്തകം വേണമെന്ന് പറഞ്ഞ് അയച്ചാൽ മതി. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പം തന്നെ അറിയിക്കും. പിറ്റേ ദിവസം നിങ്ങൾക്ക് പുസ്തകം കൈ കിട്ടുകയും ചെയ്യും. അപ്പം ഇനിയും സമയമുണ്ട്. അതൊരെണ്ണം വീട്ടിൽ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. നന്ദി, നമസ്കാരം.